ഹലോ. ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞൊരു എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്മോളൊരു ഡ്രസ്സിനെ പറ്റി. അപ്പോൾ അതിൻ്റെ വിവരിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഈ പോണത് ഇഷ്മോളൊരു ഡ്രസ്സിൻ്റെ ഒരു അപാരത ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇഷ്മോൾ ഡാൻസിൻ്റെ തലേന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു മിസ്സ്. അതിൻ്റെ മുന്നേ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇഷ്മോൾക്ക് ഡ്രസ്സ് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ കിട്ടിയതിന് ശേഷമാണ് കൊണ്ടുപോയത്. അതായത് ഡാൻസ് പ്രോഗ്രാമിൻ്റെ തലേ ദിവസം. അങ്ങനെ തലേ ദിവസം ഡ്രസ്സ് കൊണ്ടുപോയി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത് വന്നപ്പോൾ കുറേ ടൈമായി. അങ്ങനെ ഞാൻ അലക്കിയിട്ടിട്ടില്ലായിരുന്നു. കാരണം സ്കൂൾക്ക് കൊണ്ടുപോയതിന് ശേഷം അലക്കിയിടാതിട്ട് അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 11 മണി ആ ടൈമിൽ ഞാൻ ഡ്രസ്സ് അലക്കാനും വേണ്ടി തിരയാണ്. നൈറ്റിൽ 11 മണിക്ക്. അപ്പോൾ തിരയണ ടൈമിൽ ഡ്രസ്സ് കാണാനില്ല. എവിടെ തിരഞ്ഞിട്ടും ബാഗിലൊക്കെ തിരഞ്ഞിട്ടും ഡ്രസ്സ് കാണാനില്ല. അപ്പോൾ ഞാൻ ഇഷ്മോൾ അങ്ങോട്ട് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവളെ വിളിച്ച് കുറേ വിളിച്ചു. അപ്പോൾ വിളിച്ചതിന് ശേഷം അവളറിയുന്നുണ്ട് അത് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കണതാണ്. പക്ഷെ എനിക്കാണെങ്കിൽ എവിടെയെന്ന് ഒരു ഓർമ്മയില്ല. ഏൽപ്പിച്ചത് ഓർമ്മയില്ല. ഇനി എങ്ങാണ്ടിട്ട് ഏൽപ്പിച്ചിരിക്കണോ അതിട്ട് എവിടെയായിട്ട് കാണാനുമില്ല. അതിന് ശേഷം ഞങ്ങൾ മൂത്തപ്പാടെ മോളുണ്ട് ഇവളെ കൂടെ പോകുന്ന കസിന്. അപ്പോൾ അവൾക്ക് വിളിച്ച് ചോദിച്ച്. അപ്പോൾ അവൾ ഒരു പാതി മയക്കത്തിൽ ഇങ്ങനെ ഇഷ്മോൾ കൈ പിടിച്ചിട്ട് കണ്ടിരുന്നു. പിന്നെ എന്തായതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ തിരഞ്ഞു. പിന്നെ ബസ് ഡ്രൈവർമാരെ നമ്പറൊക്കെ, പിന്നെ എൻ്റെ ഫോണ് ക്ലിയർ ഇതുകൊണ്ട് തന്നെ ഫോണത്തെ നമ്പേഴ്സൊക്കെ പോയിരുന്നു. അങ്ങനെ ബസ് ഡ്രൈവർമാരെ നമ്പറൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയോ രാവിലെ എനിക്കൊരു സമാധാനമില്ലായിരുന്നു. കാരണം പിറ്റേ ദിവസം ഡാൻസാണ്. തുണി പറഞ്ഞാൽ പിന്നെയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുക. പക്ഷേ ബ്ലൗസ് അങ്ങനെ ഞാൻ രാത്രിയൊക്കെ ഭയങ്കര അങ്ങോട്ട് വിഷമിച്ചിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു രാവിലെ നോക്കാം, പ്രശ്നമല്ലാന്ന്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഓളെ ബസ്സിൽ പോരുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടോ ചോദിച്ചു. അങ്ങനെ കുട്ടിയുടെ പേര് അറിഞ്ഞാണ്ട് അപ്പോൾ രാവിലെ അവളോട് ചോദിച്ചപ്പോഴും അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് തന്നുന്നാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ രാവിലെ എങ്ങനെയോ നമ്പർ സംഘടിപ്പിച്ച് ബസ് ഡ്രൈവർ നമ്പർ കിട്ടിയില്ല, ക്ലീനർ നമ്പർ കിട്ടി. അവർക്ക് വിളിച്ച് നോക്കുമ്പോൾ ക്ലീനർ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ, കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, ഒരു 8:45 9 മണി ആ ടൈമിൽ വിളിക്കാമായിരുന്നു. പക്ഷേ എനിക്കൊരു സമാധാനമില്ലായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോയതാണ് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിൽ ബസ്സിലുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ബസ് തിരഞ്ഞപ്പോൾ ബസ്സിലില്ല. പിന്നെ അവിടെ ക്ലാസ് റൂം തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ക്ലാസ് റൂം അവിടെയുള്ള ക്ലീനിങ് നടത്തുന്ന ഓരോ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തുറന്നു. അങ്ങനെ ക്ലാസ് റൂമിൽ മൊത്തം തിരഞ്ഞു, ചുറ്റിലും തിരഞ്ഞും ചെയ്തിട്ടോ. മുക്കും മൂലയും എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ ക്ലാസ് റൂമിലും ഇല്ല. പിന്നെ അങ്ങോട്ട് എല്ലാവരും വന്നാണ്ട് അങ്ങനെ ചോദിച്ചു കാര്യം എന്താണെന്നൊക്കെ. അപ്പം ഇങ്ങനെ ഡ്രസ്സ് കാണാനില്ല, അന്നത്തെ ഡാൻസിനുള്ള ഡ്രസ്സായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പം ഗ്രൗണ്ടിലുണ്ട് ഒരു കവറിങ്ങനെ നിൽക്കുന്നു. കവർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എവിടെ നിൽക്കില്ല. അപ്പോൾ ആരോ നിന്നാണ് അവിടുന്ന് പറഞ്ഞു പിന്നെ ബസ് കയറുന്ന ടൈമിൽ അങ്ങാടും ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ നോക്കുമ്പോണ്ട് ഗ്രൗണ്ടിലൊരു കവർ ഞാൻ കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഉണ്ട് അതിലൊരു റോസും ഒരു നീലമായിട്ട് കാണും. അൽഹംദുലില്ലാ, എനിക്കൊരു സമാധാനമായി. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ഉണ്ട് ഡ്രസ്സ്. ഞാൻ പറയാം, എനിക്ക് തുണിൻ്റെ കാര്യത്തിലല്ല, പക്ഷെ ബ്ലൗസ് ഉണ്ടാവില്ലേ, അതാണ് പ്രശ്നം. അങ്ങനെ ഏതായാലും അന്നത്തെ ദിവസം ഭയങ്കര ബേജാറായൊരു ദിവസമായിരുന്നു കേട്ടോ. വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.